ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എൻ്റെ കയ്യിലുള്ള കുറച്ച് വാച്ചുകളുടെ കളക്ഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് മൊത്തം എൻ്റെ വാച്ചുകളല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചേക്കുന്നതാണ്. നമ്മൾ നാട്ടിലോട്ട് പോകുമ്പം ചിലത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ചിലത് നമ്മുടെ സ്വന്തം കുറച്ച് നാളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത്, നമ്മൾ തന്നെ വാങ്ങിച്ചത് എല്ലാം ഉണ്ട്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓക്കെ. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇതിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് സ്കെച്ചേഴ്സിൻ്റെ ഒരു വാച്ചാണ്. സ്കെച്ചേഴ്സിൻ്റെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. ഇവിടെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്, എന്തിനാണോ എന്തോ. അപ്പം ഇതാണ് ഐറ്റം. നല്ല രസമുണ്ട് കാണാനായിട്ട്. സ്കെച്ചേഴ്സ് എന്ന് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വാച്ച്. ഇതിൻ്റെ കൂടെ കുറച്ച് ബ്രേസ്ലെറ്റ്സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇത് ഞാൻ ആക്ച്വലി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്നതാണ്. പക്ഷെ കണ്ടു കഴിയുമ്പം എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചാൽ കൊള്ളാമായിരുന്നു എന്നുണ്ട്, ടു ബി ഫ്രാങ്ക്. അപ്പം ഇതാണ് നമ്മുടെ ഈ വാച്ച് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു മറ്റേ റോസ് ഗോൾഡ് കളറുണ്ടല്ലോ, അങ്ങനെയാണ് ഐറ്റം വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിപ്പോഴേ അടച്ചു വെച്ചേക്കാം, അതായിരിക്കും എനിക്ക് നല്ലത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ. ഇനി അടുത്തതും നമ്മുടെ സ്കെച്ചേഴ്സിൻ്റെ തന്നെ ഒരെണ്ണമാണ്. സ്കെച്ചേഴ്സ് ആക്ച്വലി ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഷൂവിൻ്റെ കമ്പനിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അവർ വാച്ച് കൊണ്ട് ഇത് ആക്ച്വലി സ്ട്രാപ്പ് ഡീറ്റെയിലിംഗ് ആണ്, ബ്ലാക്ക് കളർ. ഇതിൻ്റെ കൂടെ നമ്മുടെ മറ്റേ വാച്ച് കാണിച്ച പോലെ തന്നെ ഇങ്ങനെ ബ്രേസ്ലെറ്റ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു റിട്ടേൺ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു റീഡ് ചെയ്യാനുള്ള. അതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്നത് ഈ സ്ട്രാപ്പ് ചേഞ്ച് ചെയ്തിട്ട് ഇതിലോട്ട് എന്തോ ചെയ്യാം, ഇങ്ങനെ അതായത് നമ്മൾ സ്ട്രാപ്പ് മാറ്റിയിട്ട് വേറെ സ്ട്രാപ്പ് ഇടുമല്ലോ, അങ്ങനത്തെ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. എനിവേസ് നല്ല രസമുള്ളൊരു വാച്ചാണ്. എല്ലാത്തിനും ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. നൈസ്. ഇതൊക്കെ എൻ്റെ ഗിഫ്റ്റുകളാണ് കേട്ടോ. അടുത്തത് ഫോസിൽ നോർത്ത് എവിടെ? നോർത്ത് മുകളിലോട്ട് പോട്ടെ. ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്തു. വാറണ്ടി കാർഡൊക്കെയാണ്. ഓക്കെ, ഇത് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് ഫോസിലിൻ്റേതാണ്. ഞാൻ എടുത്ത് കാണിക്കാം. ഞാൻ തന്നെ ഇച്ചിരി മുന്നേ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് തിരിച്ചു വെച്ചതാണ്, അതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് എടുക്കുന്നത്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ കെട്ടി കാണിക്കുന്നത് ഞാൻ അങ്ങനെ വെച്ച് കാണിക്കാം, അതായിരിക്കും എനിക്ക് നല്ലത്. സോറി, ഞാൻ തന്നെ തട്ടിക്കളഞ്ഞു. സാറിയില്ല, ഇറ്റ്സ് ഓക്കെ. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്. ഇങ്ങനെയല്ലേ? അതുണ്ടല്ലോ. ബേസിക്കലി ഞാൻ ഇങ്ങനെ കൈ വയ്ക്കണം. ഓക്കെ, ഞാനിത് കെട്ടി കാണിക്കുന്നില്ല, പക്ഷെ നമ്മൾ കയ്യിൽ കെട്ടി കഴിയുമ്പം ഇത് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല കൊള്ളാം, രസമുണ്ട്. ഒരു എലഗൻസി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ക്ലാസ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഈ സ്ട്രാപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ചെയിൻ വരുന്നത് എനിക്കിഷ്ടമാണ്. നല്ല രസമുണ്ട്. ഇത് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. നല്ല രസമുണ്ട്. മമ്മിക്ക് വാങ്ങിച്ചതാണേ. നല്ലതാണ്. എനിക്കിങ്ങനത്തെ ബേസിക്കലി കുറച്ച് വലിപ്പമുള്ള ഈ ഡയൽ എനിക്കിഷ്ടമാണ്. അടുത്ത അഗെയിൻ ഫോസിലിൻ്റെ തന്നെ ഇതാണ്. ഇതൊരു നോർമൽ, നമ്മുടെ എവറിഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നോർമലായിട്ടുള്ളൊരു വാച്ചാണ് ഫോസിലിൻ്റേത്. ഇങ്ങനെ ബ്രൗൺ കളർ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര എന്താ പറയുക, എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന, ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു വാച്ചാണ്. ബ്രൗൺ കളർ സ്ട്രാപ്പ്, അതാകുമ്പം എല്ലാ ഡ്രസ്സിൻ്റെയും തന്നെ ഞങ്ങൾക്ക് കൂടെ പോകുമെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. കൊള്ളാം, നൈസാണത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് അടുത്ത വാച്ച് എന്ന് പറയുന്നത് അഗെയിൻ ഫോസിലിൻ്റെ തന്നെയാണ്. ഈ ഗ്രീൻ കളർ എൻ്റെ അകത്ത് വരുന്ന ഫോസിലിൻ്റെ തന്നെ അടുത്ത വാച്ചാണ്. ഇപ്പം പോയാനേ. ഇതാണ് സംഭവം. ഇത് നല്ലതാണ്. ഇതുണ്ടല്ലോ, ഈ വട്ടം ഉണ്ടല്ലോ, ഇത് ഇച്ചിരി മുന്നേ കാണിച്ച ഫോസിലിൻ്റെ വാച്ച് ഉണ്ടല്ലോ, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാമോ,
ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ഈ ഡയലിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ചെറുതാണ്. ഇത് എൻ്റെ കൈക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇത് ഇത്രേ വരുള്ളൂ. ഇത് ഇട്ട് കഴിയുമ്പം ഈ ഒരു വാച്ചിൻ്റെ ഈ സ്ട്രാപ്പും കൂടെ ആക്ച്വലി കാണാനായിട്ട് പറ്റും. നല്ലതാണ്. അതെന്നാണെന്നറിയാവോ, ഇത് ചേച്ചിയുടെ കൈ കുറച്ചും കൂടെ ചെറുതാണ്. അതായത് എൻ്റെ കൈയിനേക്കാളും ചെറുതാണ് അവളുടെ കൈ. അപ്പോൾ ഇത് അവൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നല്ലല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് കളറും ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ ഈ വാച്ചിൻ്റെ ഇങ്ങനത്തെ സ്ട്രാപ്പുകളും ഭയങ്കര ഇഷ്ടമാണ്. വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ട് ഇടിക്കുന്നേ ഇടിക്കണ്ട നിങ്ങളെല്ലാം. ഞാനെല്ലാം കൂടെ ലാസ്റ്റ് കാണിച്ചു. ഓക്കെ, സോ വാട്ട്സ് നെക്സ്റ്റ്? ഇവൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. നിങ്ങളല്ലേ കാണിക്കുന്നേ? എടാ ഇവിടെ ഇരി, അല്ലേ ഉള്ളൂ. നിങ്ങളല്ല പേടിക്കട്ട. നെക്സ്റ്റ് അഗെയിൻ ഫോസിലിൻ്റെ തന്നെ. ഇതും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വാച്ചാണ്. ഇത് അഗെയിൻ ഇറ്റ് വാസ് എ ഗിഫ്റ്റ്. ഇത് ഭയങ്കര ചെറുതാണ്. കയ്യിൽ കെട്ടി കഴിയുമ്പോൾ ഭയങ്കര ചെറുതായാണ് ഈ സംഭവം. ഇതൊക്കെ ഞാൻ ഒരു തവണ കെട്ടി നോക്കിയിട്ടുള്ളതാണ്. ഇത് കുറച്ചും കൂടെ ചെറുതാണ്. ബാക്കിയുള്ള വാച്ചുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ചെറുതാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു എവരിഡേ ലുക്കിന് ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ആദ്യം കാണിച്ച, അതായത് ഇങ്ങനത്തെ വാച്ചുകളോടാണ് എനിക്കൊരു ഇഷ്ടക്കൂടുതൽ ഒരു അല്പം ഉള്ളത്. ഇത് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യമായിട്ടൊരു ഫോസിലിൻ്റെ വാച്ച് ഗിഫ്റ്റ് കിട്ടുന്ന ഇതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണിത്. നെക്സ്റ്റ് ഒരു നോർമൽ സിറ്റിസൻ്റെ വാച്ചാണ്. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, നോർമൽ സിറ്റിസൻ്റെ വാച്ചാണ്. ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാച്ച് തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒന്നും ഈ പെട്ടികൾ ഞാനങ്ങനെ കളയാറില്ല. എനിക്ക് ഇഷ്ടമാണ്, എന്തോ പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു വാച്ചാണ്. ഒരു ഭയങ്കര കാഷ്വലായിട്ടുള്ളൊരു വാച്ചാണ്. കറുത്ത ഒരു സ്ട്രാപ്പ്, ഒരു പഴയ ഒരു സെറ്റപ്പ്. എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ പാറ്റേണിലുള്ള, സിറ്റിസൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനത്തെ പാറ്റേണിലുള്ള വാച്ച് എനിക്കുണ്ടായിരുന്നു പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. എനിക്കിങ്ങനത്തെ ഈ കവറുകളൊന്നും എനിക്ക് കളയാനായിട്ട് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെയൊക്കെ ഈ മൂടപ്പാത്രം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട്. ചില വാച്ചൊന്നും അതിൻ്റെ തിട്ട വെക്കുന്നുണ്ടാവില്ല എപ്പോഴും, പക്ഷേ എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് ഇങ്ങനത്തെ മൂടപ്പാത്രം. ഈ വാച്ച് കിട്ടുന്ന ഈ പെട്ടി ഉണ്ടല്ലോ, ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട്. എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് പെട്ടികളുണ്ട്. എല്ലാം ഇങ്ങനെ ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചുകളുടെ ഒന്നും അല്ല കേട്ടോ. നമുക്ക് ചെറുതായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പപ്പായും അമ്മയും വാങ്ങിച്ചു തരത്തില്ലായോ ഈ കൈ കെട്ടാനായിട്ട് നോർമൽ വാച്ചുകൾ. ഈവൻ അതിൻ്റെയൊക്കെ പെട്ടികളാണെങ്കിൽ കൂടെ ഞാൻ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. വലിയ വിലയൊന്നും ഇല്ലാത്തൊരു 200 രൂപയുടെയൊക്കെ പെട്ടികളാണെങ്കിൽ കൂടെ ഞാനത് സൂക്ഷിച്ച് വെക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അത് വീട്ടിലിരിപ്പുണ്ട്. ഇപ്പോഴും ഞാൻ അതിന് വഴക്ക് കേട്ടോണ്ടിരിക്കുകയാണ് മമ്മിയുടെ വായിൽ നിന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ ഇത് നടക്കുവാണേ, പെയിൻറ്റിംഗ് ഒക്കെ നടക്കും. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും മാറ്റണമല്ലോ, ക്ലീൻ ചെയ്യണമല്ലോ. പെയിൻറ്റിങ്ങും കബോർഡിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ ആക്രി സാധനങ്ങളും അവിടെ ഉണ്ട്, വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ഇങ്ങനെ മമ്മിക്കാണെങ്കിൽ ഇതൊക്കെ എടുത്ത് കളയണം. മമ്മി പണ്ട് ഈ സാധനം മമ്മി ഇങ്ങനെ എടുത്ത് കളയുമ്പം ഈ കളഞ്ഞിട്ട് ഇങ്ങനെ എവിടെ ഒരു സൈഡിൽ ഇങ്ങനെ മാറ്റി വെച്ചേക്കും. അത് പിന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് അവിടെ പോയിട്ട് ഞാൻ പിന്നെയും പെറുക്കി കൊണ്ടുവരും. അങ്ങനെ പിന്നെ മമ്മി മടുത്തു, അപ്പം എല്ലാം തന്നെ വെച്ചിട്ടുണ്ട് പാവം. ഓക്കെ, നെക്സ്റ്റ് ഗസ്സിൻ്റേതാണ്. ഇത് ഞാൻ എൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത് എന്ന് ഞാൻ പറയുന്നില്ല. ചേച്ചി എനിക്ക് തന്നതാണ്. ചേച്ചിക്ക് ഒരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പം ചേച്ചിക്ക് ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കുറച്ച് ചെറിയ വാച്ചുകളാണ്. ഇത് അല്പം വലിയ വാച്ചായതുകൊണ്ട് സന്തോഷപൂർവ്വം ആ കുട്ടി എനിക്ക് തന്നു എന്ന് വേണം പറയാനായിട്ട്. നൈസാണ് ഗസ്സിൻ്റെ. ഞാനങ്ങ് എടുത്തു. നമുക്ക് വേണോ എന്തോ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണോ, ഞാൻ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും. ഞാനത് കെട്ടിക്കാണിക്കാതെ. ഇതൊക്കെ ഞാൻ എൻ്റെ സൈസിൽ ഓൾറെഡി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇതൊക്കെ ഞാൻ കെട്ടിയതാ. ഇതാണ് സംഭവം. നല്ല രസമില്ലേ? എനിക്കിഷ്ടമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാനൊരു പൊട്ടത്തരം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഈ വാച്ചിൻ്റെ ഒക്കെ ഒരു പ്ലാസ്റ്റിക് ഒരു ഐറ്റം ഉണ്ട്. അതായത് ഈ വാച്ചിനൊക്കെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ആയിട്ട് ഒരു കോട്ടിങ് വയ്ക്കും, അതായത് സ്ക്രാച്ച് ആവാതിരിക്കാനായിട്ട്.
വൺസ് പക്ഷെ നമ്മളിത് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി കഴിയുമ്പം ഇത് ഇത് നമ്മൾ റിമൂവ് ചെയ്യണം. എൻ്റെ ഒരു ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാലം ഇത് വാച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് റിമൂവ് ചെയ്യാതെയാണ്. വൃത്തിയല്ല. ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫോസിലിൻ്റെ ഒക്കെ വാച്ച് നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു തിളക്കക്കുറവുണ്ട് ഇവിടെ. അത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ ഇവിടെ ഉണ്ടെന്നുള്ളത്. ഈവൻ ദോ നമുക്കത് അറിയാം അവിടെ ഉണ്ടെന്നുള്ളത്, പക്ഷേ അത് മറന്നിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഈ ഗസ്സിൻ്റെ അടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിനും അങ്ങനെ തന്നെ. ഞാനിപ്പോൾ കഴിഞ്ഞ നാട്ടിൽ പോയപ്പോഴൊക്കെ ഈ വാച്ച് സ്ഥിരം ഉപയോഗിച്ചത് ഇതാ, എന്നിട്ട് ഞാനത് കണ്ടില്ലേ. എൻ്റെ കണ്ണ് നമുക്ക് അടുത്തലോട്ട് മൂവ് ചെയ്യാം ഗൈസ്. എനിക്ക് ഈ സിൽവർ കളറുള്ളത് ആകെ ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സിൽവർ കളർ എൻ്റെ ഈ ഡസ്കി സ്കിൻ ടോണിന് ചേരുമോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇപ്പം ഞാൻ അത്രയ്ക്കും അങ്ങനെ കോൺഷ്യസ് അല്ല, ഒട്ടും അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്റ്റിൽ വലിയ കാര്യത്തിന് കോൺഷ്യസ് അല്ലാത്തതുകൊണ്ട്, എസ്പെഷ്യലി ഇവിടെ ഞാൻ അത്ര കോൺഷ്യസ് അല്ല കേട്ടോ. അങ്ങനെ എൻ്റെ സ്കിൻ ടോൺ അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കോൺഷ്യസ് ഒന്നുമല്ല. സ്റ്റിൽ നാട്ടിൽ ചെന്ന് കഴിയുമ്പം ഞാൻ പിന്നെയും കുറേയൊക്കെ കോൺഷ്യസ് ആകും. നമ്മുടെ പഴയ ഉള്ള ആൾക്കാരൊക്കെ കണ്ടു കഴിയുമ്പം ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അതൊന്നും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പോയിട്ടില്ലല്ലോ. നമ്മൾ ചെറുതായിരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്കുന്ന മുറിവുകളൊക്കെ അങ്ങനെ അത് കിടക്കുമല്ലോ. അപ്പം അങ്ങനെ കിടക്കുമ്പോൾ എനിക്കിപ്പോഴും നാട്ടിൽ ചെന്ന് കഴിയുമ്പം എൻ്റെ ഒരു സ്കിൻ ടോണിനെയൊക്കെ ഓർത്തിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് മനസ്സിൽ. അപ്പോൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കത് ചേരുവോ ഇത് ചേരുവോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടാണ്. പക്ഷേ ഇവിടെ വെച്ചിട്ട് എനിക്ക് കോൺഫിഡൻസിൻ്റെ അങ്ങേ അറ്റമാണ്. അങ്ങനെ ഇപ്പം എൻ്റെ ഡ്രസ്സിങ് സെൻസൊക്കെ ഭയങ്കര രസമാണ്, അടിപൊളിയാണെന്നൊക്കെ ഇവിടെ ഉള്ളവർ പറയാറുണ്ടേ. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പറയാറുണ്ട്, നന്നായിട്ടാണ് എടുക്കുന്നത്, നന്നായിട്ടാണ് നടക്കുന്നതെന്നൊക്കെ. പക്ഷെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തൊട്ട് എൻ്റെ സർവ് ഇതും പോകും. ഇനി നെക്സ്റ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. ഇവിടെ ഒലീവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ഒരു വാച്ചാണ്. നമുക്കത് ഓപ്പൺ ചെയ്യാം. അത് ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു സാധനത്തിലാണ് വരുന്നത്. ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. ഇതെനിക്ക് കിട്ടിയിട്ട് 1 വർഷമായി, എന്നിട്ട് ഞാനിപ്പോഴും ഇത് കളഞ്ഞിട്ടില്ല. ഇതാണ് വൈറ്റ് കളറിൽ. എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ. ഇനി ഇതാണ് ബേസിക്കലി നമ്മുടെ വാച്ച് വൈറ്റ്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സംഭവം, ഒരു തളയോ വളയോ ബ്രേസ്ലെറ്റോ എന്ത് വേണമെങ്കിലും വിളിക്കാം, ഇങ്ങനെ ഒരു ഐറ്റം കൂടെ കിട്ടുന്നുണ്ട്. ഇതിൽ എഴുതിയ ഒരു റൈറ്റിംഗ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോണ്. ഷീ ബിലീവ്ഡ് ഷീ കുഡ് സോ ഷീ ഡിഡ്. ഷീ ബിലീവ്ഡ് ഷീ കുഡ് സോ ഷീ ഡിഡ്. ഓ നൈസ്, കൊള്ളാം, നല്ലതാണ്. ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ഭയങ്കര സന്തോഷമുള്ള ഇതാണ് കേട്ടോ. ഇതാണ് ആ വാച്ച് വൈറ്റ് കളറിൽ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഭയങ്കര ഇഷ്ടമാണ് ഇത്. നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ഒരു ക്ലാസ് ലുക്കുണ്ട്. ഇതിൽ ഡേറ്റ് ഒന്നും നോക്കരുത്, പൊട്ടത്തെറ്റാണ്. ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ ഇത് കാണിക്കാവേ. ഇത് ഞാൻ കുറച്ച് നാൾ ഡെയിലി യൂസ് ചെയ്തായിരുന്നു. ഇത് ഭയങ്കര ഒരു ഭംഗിയുണ്ടല്ലോ ഇതിന്. അതുകൊണ്ട് ഇപ്പം ഞാൻ പിന്നെ കുറച്ച് നാളായിട്ട് അങ്ങ് ഉപയോഗിക്കുന്നില്ല. ബിക്കോസ് നശിപ്പിക്കണ്ട എന്നുള്ളൊരു ഫീലിൽ ഇതാണ്. നല്ല ഭംഗിയുണ്ട്. ഞാൻ വാച്ച് തലതിരിച്ചല്ല കേട്ടോ കെട്ടിയേക്കുന്നത്. എൻ്റെ ബാക്ക് ക്യാമറയാണ് ഓൺ ആക്കിയേക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നല്ല രസമില്ലേ കാണാൻ. ഈ വാച്ചിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഈ വാച്ചിൻ്റെ ഈ സൂചി ഉണ്ടല്ലോ, അതായത് നമ്മുടെ അവറിൻ്റെ സൂചി, മിനിറ്റിൻ്റെ സൂചിയും ആ നീഡിൽ നമ്മൾ ഇരുട്ടത്ത് ചെന്ന് കഴിയുമ്പം അത് മാത്രമായിട്ട് കാണാം. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള വാച്ചുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചുമ്മാ എന്നോട് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം. ഞാൻ ഒരിക്കലും ലൈഫിൽ വിചാരിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ വാച്ചുകൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നൊക്കെ. കാരണം ഞാൻ നാട്ടിലൊക്കെ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാക്സിമം ഏറ്റവും കൂടിയ പൈസയ്ക്കൊക്കെ വാങ്ങിച്ചേക്കുന്ന വാച്ച് എന്ന് പറയുന്നത് 600 രൂപയുടെയൊക്കെ വാച്ചുകളാണ്. ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റുക, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതെല്ലാം എനിക്ക് വേണ്ടി വാങ്ങിച്ചേക്കുന്ന വാച്ചുകളൊന്നുമല്ല. എനിക്ക് വേണ്ടി ഞാൻ പൈസ കൊടുത്ത് എനിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഓക്കെ ഒരു വാച്ച് പോലും വാങ്ങിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചേക്കുന്ന വാച്ചുകളാണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വാച്ചുകളാണ്. ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ
അങ്ങനെ ഈ വാച്ചുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഓൺ ചെയ്യുന്നുണ്ടത്. അല്ലെങ്കിൽ നമുക്കത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ആരെങ്കിലുമൊക്കെ എനിക്കൊരു ഗിഫ്റ്റ് തന്നിരുന്നെങ്കിലെന്ന്. എനിക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സമയത്ത് നമ്മൾ ചെറുതായിരുന്ന സമയത്തൊക്കെ നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ കസിൻസോ അങ്ങനെയുള്ളവരൊക്കെ ഈ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ എവിടെ പുറത്ത് പോയിട്ടൊന്നുമല്ല, അല്ലാതാണെങ്കിലും നമുക്കൊരു എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് തന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് സമയത്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുമ്പോഴേ ആൾക്കാരൊക്കെ അവരുടെ റിലേറ്റീവ്സൊക്കെ കൊണ്ട് കൊടുത്തു, കസിൻസ് കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിലെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്കത് അങ്ങനെ കൊടുക്കാൻ പറ്റുമ്പോൾ ഭയങ്കര ഭയങ്കര ഒരു മനസ്സിങ്ങനെ നിറയത്തില്ലായോ, അങ്ങനെ ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര എനിക്ക് കുറച്ച് പ്രൗഡായിട്ട് ഫീൽ ആവുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നല്ലാണ്ട് അതിൽ കൂടുതൽ എന്താ അതിന് പറയുക. സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഒരു ഗ്രേസ്, അതിൽ കൂടുതലൊന്നും അതിൻ്റെ അകത്ത് പറയാനായിട്ടില്ല. എനിക്കിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നന്ദി, സന്തോഷം.